ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് ആഴ്ചകളോളം മൗനം പാലിച്ചിരുന്ന ബി.ജെ.പി. ഇപ്പോൾ കോൺഗ്രസിനെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം സിദ്ധരാമയ്യ സർക്കാർ രൂപീകരിച്ച SIT സംഘത്തിന്റെ അന്വേഷണം സ്വാഗതം ചെയ്ത് ബി.ജെ.പിക്ക് ഇപ്പോൾ NIA വരണമെന്നാണ് ആവശ്യം. ക്ഷേത്ര നഗരിയെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ കോൺഗ്രസും പങ്കാളികളാണെന്ന് ആരോപിക്കുന്ന ബി.ജെ.പി. ഇപ്പോൾ വിഷയം അന്വേഷിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി തന്നെ വരണമെന്ന് ആവശ്യപ്പെടുന്നു. കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വീരേന്ദ്ര ഹെഗ്ഡെക്കെതിരെ ഉയർന്നിട്ടുകൂടിയും ബി.ജെ.പി. അന്ന് SITയുടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്തിരുന്നു. ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ വാദങ്ങൾ തെളിയിക്കാനായില്ല എന്നതാണ് ബി.ജെ.പിയുടെ നിലപാട് മാറാൻ കാരണം. ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്ക്കെതിരെ ജൂലൈ 4-ന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പിന്നീട് മനഃപൂർവ്വം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് കാണിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തത്. ഒരു അന്വേഷണത്തിന്റെ പേരിൽ ഹിന്ദു ക്ഷേത്രത്തെ തുടർച്ചയായി അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് കർക്കല MLA വി സുനിൽകുമാർ പറഞ്ഞതോടെയാണ് ധർമ്മസ്ഥല വിഷയത്തിൽ ബി.ജെ.പിയുടെ നിലപാട് മാറിയെന്നത് മനസ്സിലാവുന്നത്. SIT നടത്തുന്ന അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് വേണമെന്നും ധർമ്മസ്ഥലയെക്കുറിച്ച് വ്യാജാരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടും ബി.ജെ.പി. വന്നിരുന്നു. ചിന്നയ്യയ്ക്ക് പിന്നിൽ മുഖംമൂടി അണിഞ്ഞ വേറെ ആളുകളുണ്ടെന്നും അവരെയാണ് പുറം ലോകം അറിയേണ്ടതെന്നും ബി.ജെ.പി. പറഞ്ഞിരുന്നു. ധർമ്മസ്ഥല കേസ് ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായതാണെന്നും ധർമ്മസ്ഥലയുടെ നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യം കളങ്കപ്പെടുത്താനുള്ള ഒരു പ്ലാനാണിതെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ബി.ജെ.പി. അവരുടെ നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ചത്. പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ BY വിജേന്ദ്രയുടെ നേതൃത്വത്തിൽ 20ഓളം MLA-മാർ ധർമ്മസ്ഥലയിലെത്തി ക്ഷേത്ര ഭരണകൂടത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. കേസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദോഷശക്തികളെ പുറത്തു കൊണ്ടുവരാൻ NIAയുടെ അന്വേഷണം അനിവാര്യമാണെന്ന് വിജേന്ദ്ര പറഞ്ഞിരുന്നു. വിഷയം നിയമസഭയിൽ ചർച്ചയായപ്പോൾ SIT സംഘത്തിന്റെ ലക്ഷ്യം സത്യം പുറത്തു കൊണ്ടുവരാനാണെന്നും ആരെയും അപകീർത്തിപ്പെടുത്താനല്ലെന്നും ആഭ്യന്തരമന്ത്രി G. പരമേശ്വരൻ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ബി.ജെ.പിയെ തണുപ്പിച്ചില്ല. സിദ്ധരാമയ്യ സർക്കാർ ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്ന് ആരോപിച്ച് ബി.ജെ.പി. സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത് ബി.ജെ.പി. തന്നെയാണെന്ന പ്രസ്താവനയുമായി ശിവകുമാർ രംഗത്തെത്തിയിരുന്നു. ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമ്മരോടിക്കെതിരെ കേസിലെ നിർണായക സാക്ഷിയായ ചിന്നയ്യ മൊഴി നൽകിയിരുന്നു. തലയോട്ടി നൽകിയത് തിമ്മരോടിയാണെന്നായിരുന്നു ചിന്നയ്യയുടെ മൊഴി. തലയോട്ടി എടുത്തത് തിമ്മരോടിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നായിരുന്നുവെന്നും ചിന്നയ്യ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തിമ്മരോടി RSS പ്രവർത്തകനാണ്. അതേസമയം ഗിരീഷ് മട്ടണ്ണാവർ ബി.ജെ.പി. ടിക്കറ്റിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻപ് മത്സരിച്ചിട്ടുമുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ BL സന്തോഷിനെതിരെ അശ്ലീല പരാമർശം നടത്തിയതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട തിമ്മരോടി ജാമ്യത്തിൽ ഇറങ്ങുകയും പിന്നീട് ചിന്നയ്യയെ തന്റെ വീട്ടിൽ പാർപ്പിക്കുകയും ചെയ്തത് ബി.ജെ.പിക്ക് വലിയ തലവേദനയായിട്ടുണ്ട്.